ഓരോ നിയോജക മണ്ഡലത്തിനും അതിന്റേതായ ഒരു ശബ്ദമുണ്ട്, ഒരു ആത്മാവുണ്ട്. ആ ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മൾ ഡേറ്റയുടെ ഭാഷ പഠിക്കണം. ഇന്ന് നമ്മൾ തിരുവല്ലയുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്, അവിടുത്തെ ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ. അപ്പോൾ എന്താണ് തിരുവല്ല ശരിക്കും ആവശ്യപ്പെടുന്നത്? വാഗ്ദാനങ്ങളുടെ പ്രളയത്തിനപ്പുറം സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ എന്താണ് വേണ്ടത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഡേറ്റയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്കതൊന്ന് കണ്ടെത്തി നോക്കാം. നമ്മുടെ ഈ വിശകലനത്തിൽ 6 പ്രധാന ഘട്ടങ്ങളുണ്ട്. തിരുവല്ലയുടെ സാമൂഹിക ഘടന മനസ്സിലാക്കുന്നത് മുതൽ ജനങ്ങളുടെ പരാതികൾ കേട്ട് ഒരു വ്യക്തമായ പ്രവർത്തന പദ്ധതി രൂപീകരിക്കുന്നതുവരെ നമ്മൾ പോകും. ഇതൊരു രോഗനിർണയം മാത്രമല്ല, ഒരു ചികിത്സാവിധിയുടെ രൂപരേഖ കൂടിയാണ്. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഏതൊരു രാഷ്ട്രീയ തന്ത്രവും തുടങ്ങേണ്ടത് അവിടത്തെ മണ്ണിനെയും മനുഷ്യരെയും മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോ എന്താണ് തിരുവല്ലയുടെ യഥാർത്ഥ സ്വഭാവം? ഈ കണക്കുകളിലേക്ക് ഒന്ന് നോക്കൂ. തിരുവല്ലയില് ഹിന്ദുക്കളും ഏകദേശം 51.4%, ക്രിസ്ത്യാനികളും ഏകദേശം 46.4% ഏതാണ്ട് തുല്യശക്തികളാണ്. ഇത് ഇവിടത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളെ വളരെ സങ്കീർണമാക്കുന്നു. അതോടൊപ്പം ഏകദേശം 12% വരുന്ന പട്ടികജാതി വിഭാഗത്തിന്റെ ആവശ്യങ്ങളും അവഗണിക്കാനാവാത്തൊരു ഘടകമാണ്. ഇനി നമുക്ക് തിരുവല്ലയിലെ ജനങ്ങളുടെ ശബ്ദം നേരിട്ട് കേൾക്കാം. അവരുടെ ഉറക്കം കെടുത്തുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഡേറ്റ നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത് അവരുടെ ആശങ്കകളാണ്. 30%. ഈ ഒരു സംഖ്യ മതി തിരുവല്ലയിലെ അവസ്ഥ മനസ്സിലാക്കാൻ. ഇത് അവിടുത്തെ യുവജനങ്ങൾക്കിടയിലെ തൊഴിലില്ലായ്മയുടെ കണക്കാണ്. പഠിച്ച് നല്ലൊരു ഭാവിയെ സ്വപ്നം കാണുന്ന ഒരു തലമുറയുടെ പ്രതീക്ഷകളാണ് ഈ സംഖ്യയ്ക്ക് പിന്നിൽ തകർന്നുപോകുന്നത്. ഇത് കേവലം ഒരു സാമ്പത്തിക പ്രശ്നമല്ല, ഒരു സാമൂഹിക പ്രതിസന്ധിയാണ്. കോലറയാർ ഒരു കാലത്തെ തിരുവല്ലയുടെ ജീവനാഡിയായിരുന്നു ഈ കനാൽ. എന്നാൽ ഇന്ന് മലിനീകരണം കാരണം ഇത് രോഗത്തിന്റെയും ജനങ്ങളുടെ രോഷത്തിന്റെയും ഉറവിടമായി മാറിയിരിക്കുന്നു. കുടിക്കാൻ ശുദ്ധമായ വെള്ളം കിട്ടുക എന്നത് ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവകാശമാണ്. അത് നിഷേധിക്കപ്പെടുമ്പോൾ ജനങ്ങളുടെ വിശ്വാസമാണ് തകരുന്നത്. ഇവിടെയാണ് വോട്ടർമാരുടെ ചിന്തയിൽ ഒരു വലിയ മാറ്റം വരുന്നത്. സൗജന്യങ്ങൾ കൊടുത്ത് വോട്ട് നേടാമെന്ന ചിന്ത ഇനി വില പോവില്ല. കുടിക്കാൻ നല്ല വെള്ളമില്ലാത്തൊരു വീട്ടിലേക്ക് ചെറിയൊരു സാമ്പത്തിക സഹായം എത്തിയിട്ട് എന്ത് പ്രയോജനം? ഇതിനെയാണ് നമ്മൾ ക്ഷേമ പദ്ധതികളോടുള്ള വിരക്തി എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടത് തൊഴിലും അടിസ്ഥാന സൗകര്യങ്ങളുമാണ്, അല്ലാതെ കൈനീട്ടമല്ല. ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഓരോ വ്യക്തിയുടെയും അന്തസ്സ് സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് ഉത്തരവാദിത്വത്തോടെ സംസാരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥയൊന്ന് പരിശോധിക്കാം. ആരൊക്കെയാണ് പ്രധാന കളിക്കാർ? കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ജനവിധി ആർക്കൊപ്പമായിരുന്നു? പ്രധാന സ്ഥാനാർത്ഥികളെ നോക്കുമ്പോൾ നിലവിലെ MLA മാത്യു ടി തോമസിന് പ്രാദേശികമായി നല്ല സ്വാധീനമുണ്ട്. പക്ഷേ അദ്ദേഹം മുന്നണി മാറിയത് ജനങ്ങൾക്കിടയിലൊരു സംശയമുണ്ടാക്കിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു ബലഹീനതയാണ്. UDF സ്ഥാനാർത്ഥികൾക്കും അവരുടേതായ ശക്തിയും ദൗർബല്യങ്ങളുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു പുതിയ മുഖത്തിന് എത്രത്തോളം സാധ്യതയുണ്ടെന്ന് കണ്ടറിയണം. നിലവിലെ MLAയുടെ ശക്തി ദൗർബല്യങ്ങൾ ഒന്നുകൂടി വിശദമായി നോക്കാം. ഒരു മുതിർന്ന നേതാവ്, ഒരു മുൻ മന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പരിചയസമ്പത്ത് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. എന്നാൽ കോലറയാർ പോലുള്ള പദ്ധതികളിലെ കാലതാമസവും പാർട്ടി മാറിയതിലുള്ള വിശ്വാസ്യതക്കുറവും യുവാക്കളുമായി കണക്ട് ചെയ്യാൻ സാധിക്കാത്തതും അദ്ദേഹത്തിന് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ഇതിനിടയിൽ നമ്മൾ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമുണ്ട്: തിരുവല്ലയിലെ BJPയുടെ വളർച്ച. കഴിഞ്ഞ ദശകത്തിൽ അവരുടെ വോട്ട് വിഹിതത്തിൽ കാര്യമായ വർധനവുണ്ടായി. 2011 ഏകദേശം 6% 2016 21.8% വരെയായി കുതിച്ചുയർന്നു. 2021 ചെറിയൊരു കുറവുണ്ടായെങ്കിലും പരമ്പരാഗത LDF-UDF മത്സരത്തിൽ ഇതൊരു പുതിയ നിർണായക ശക്തിയായി മാറിയിരിക്കുന്നു. അപ്പോ ഇതുവരെയുള്ള വിശകലനത്തിൽ നിന്ന് പ്രശ്നങ്ങൾ വ്യക്തമാണ്. ഇനി വേണ്ടത് ഒരു പരിഹാരമാണ്. എങ്ങനെ തിരുവല്ലയുടെ യഥാർത്ഥ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ഭരണമാതൃക നമുക്കുണ്ടാക്കാം? അതിന് പുതിയൊരു തന്ത്രം തന്നെ വേണം. ഇതിനായി 4 തൂണുകളുള്ള ഒരു തന്ത്രമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നാമത്തേത് ശിവതന്ത്രം, അതായത് സർക്കാരിന്റെ വീഴ്ചകളെ, പ്രത്യേകിച്ച് കുടിവെള്ളം, തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങളിൽ ശക്തമായി ആക്രമിക്കുക. രണ്ടാമത്തേത് വിഷ്ണു തന്ത്രം, അതായത് ജനങ്ങൾക്ക് സുസ്ഥിരവും മെച്ചപ്പെട്ടതുമായ ഭരണം ഉറപ്പു നൽകുക. മൂന്നാമത്തേത് ബ്രഹ്മതന്ത്രം, അതായത് ടെക് ഹബ്ബുകൾ പോലുള്ള പുതിയ വികസന ആശയങ്ങൾ മുന്നോട്ടുവയ്ക്കുക. നാലാമത്തേത് ദുർഗതന്ത്രം,
അതായത് കർഷകർ, സ്ത്രീകൾ, ദുർബല വിഭാഗങ്ങൾ എന്നിവരെ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകുക. ഒരു നല്ല പ്ലാൻ കടലാസിൽ ഒതുങ്ങിയാൽ പോരല്ലോ, അത് ജനങ്ങൾക്ക് തൊട്ടറിയാൻ കഴിയുന്ന മാറ്റങ്ങളായി മാറണം. അപ്പോൾ ഈ വലിയ ആശയങ്ങളെ എങ്ങനെ പെട്ടെന്ന് ഫലം കാണുന്ന പ്രവർത്തനങ്ങളായി മാറ്റാം? നമുക്ക് നോക്കാം. പെട്ടെന്ന് ജനങ്ങളുടെ വിശ്വാസം നേടാൻ സഹായിക്കുന്ന 3 പദ്ധതികളാണിവ. കുടിവെള്ള പ്രശ്നമുള്ള വീടുകളിൽ സൗജന്യമായി വാട്ടർ പ്യൂരിഫയറുകൾ നൽകുക, ഗ്രാമീണ റോഡുകൾക്ക് അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുക, യുവാക്കൾക്ക് വേണ്ടി ഒരു IT ആൻഡ് സ്കിൽ ഹബ്ബ് തുടങ്ങുക. ഇത്തരം ചെറിയ എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ വലിയ മാറ്റമുണ്ടാക്കും. ഏതൊരു നല്ല പദ്ധതിക്കും കൃത്യമായൊരു സമയക്രമം വേണം. ഈ 30 ദിവസത്തെ ചെക്ക് ലിസ്റ്റ് അതിനൊരു ഉദാഹരണമാണ്. സ്ഥാനാർത്ഥി നിർണയം മുതൽ അവസാന 10 ദിവസത്തെ പ്രചാരണം വരെ ഓരോ ഘട്ടവും ഇതിൽ വ്യക്തമായി പറയുന്നു. ഇത് ഒരു തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ശാസ്ത്രീയമായി സമീപിക്കാമെന്ന് കാണിച്ചു തരുന്നു. നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇതിന്റെ എല്ലാം കാതലൊന്നേയുള്ളൂ: ജനങ്ങളെ കേൾക്കുക, അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക. അങ്ങനെ മാത്രമേ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ സാധിക്കൂ. ഒരു കാര്യം കൂടി ഓർക്കണം: ജനങ്ങളുമായി ഇടപെടുമ്പോൾ അവരുടെ സ്വകാര്യതയെ മാനിക്കണം. ഇന്ത്യയുടെ പുതിയ ഡേറ്റാ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം ഏതൊരാളുടെയും വ്യക്തിപരമായ വിവരങ്ങൾ അവരുടെ സമ്മതത്തോടെ മാത്രമേ ഉപയോഗിക്കാവൂ. ഇത് വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ അത്യാവശ്യമാണ്. ഗവേണൻസ് ROI എന്ന ഈ ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണിത്? വോട്ടർമാർക്ക് ഭരണത്തിൽ നിന്ന് തിരികെ കിട്ടുന്നത് വെറും ക്ഷേമപദ്ധതികൾ മാത്രമല്ല. അവർക്ക് വേണ്ടത് തൊഴിലവസരങ്ങൾ, നല്ല റോഡുകളും പാലങ്ങളും, പരാതികൾക്ക് സമയബന്ധിതമായ പരിഹാരം, പിന്നെ എല്ലാറ്റിലുമുപരി സർക്കാരിൽ ഒരു വിശ്വാസം. ഇതാണ് ഒരു ഭരണാധികാരിയുടെ യഥാർത്ഥ വിജയം. അപ്പോ എന്റെ അവസാനത്തെ ചോദ്യം ഇതാണ്: ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു പ്രവർത്തന പദ്ധതിക്ക് രാഷ്ട്രീയ വാഗ്ദാനങ്ങളും ജനങ്ങളുടെ വിശ്വാസവും തമ്മിലുള്ള ഈ വലിയ വിടവ് നികത്താൻ സാധിക്കുമോ? തിരുവല്ലയുടെ മാത്രമല്ല, ഒരുപക്ഷെ നമ്മുടെ ജനാധിപത്യത്തിന്റെ തന്നെ ഭാവി ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലായിരിക്കും. ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategist.ai യുമായി ബന്ധപ്പെടുക. ഇമെയിൽ mgr@blueprintstrategies.ai അല്ലെങ്കിൽ 08042041602 എന്ന നമ്പറിൽ വിളിക്കുക. രാഷ്ട്രീയം ലക്ഷ്യമല്ല, മാർഗം മാത്രം.